പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് കൊടുങ്കാറ്റായി മാറിയ മമത ഇന്ന് ഒരു കെട്ടുകഥയായി മാറാൻ പോവുകയാണ്. അതെ, മമതയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന സാമ്രാജ്യം ഇന്ന് അക്ഷരാർത്ഥത്തിൽ തകർന്നടിയുകയാണ്. ഒരു വശത്ത് സ്വന്തം പാർട്ടിക്കുള്ളിലെ കൊഴിഞ്ഞുപോക്ക്, മറുവശത്ത് ജനരോഷം. താൻ പിടിച്ച മുയലിന് കൊമ്പുണ്ടെന്ന് വാദിച്ച് അഹങ്കാരത്തിന്റെ ഉച്ചസ്ഥാനിയിൽ നിന്ന് ഭരണം നടത്തിയ മമതയ്ക്ക് ഇന്ന് സ്വന്തം പാർട്ടിയുടെ നിയന്ത്രണം പോലും കൈവിട്ടു പോയിരിക്കുകയാണ്. 1000 ആരയുടെ ഫലമുണ്ടെന്ന് അഹങ്കരിച്ച മമതയുടെ പാർട്ടിയിലേക്ക് ഇന്ന് ആരും വരാനില്ലാത്ത, ഉള്ളവർ പോലും ഓടിപ്പോകുന്ന അവസ്ഥ. ഒരു കാലത്ത് അധികാരത്തിന്റെ തണലിൽ ആർപ്പു വിളിച്ചവർ ഇന്ന് രാജിക്കത്ത് നൽകി പടിയിറങ്ങുമ്പോൾ മമതയുടെ അഹങ്കാരത്തിന്റെ കോട്ട തകരുന്നത് ബംഗാൾ ജനത കൗതുകത്തോടെയും പകയോടെയും നോക്കി നിൽക്കുകയാണ്. ഈ പാർട്ടിക്ക് ഇനി നാളെയുണ്ടോ, അതോ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് ഈ പാർട്ടി വലിച്ചെറിയപ്പെടാൻ പോവുകയാണോ? എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമുക്ക് വിശദമായി നോക്കാം. ഇപ്പോഴിതാ ഒടുവിലായി രാജിവെച്ചത് പാർട്ടിയുടെ വക്താവും മുതിർന്ന നേതാവുമായ ശന്തനു സെന്നാണ്. വെറുമൊരു രാജിയല്ല ഇത്, മമതയുടെ ധാർഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരമാണ്. ആർജിക്കർ ആശുപത്രിയിലെ ആ ഭീകര സംഭവത്തിനു ശേഷം സ്വന്തം പാർട്ടിയിലെ അഴിമതി കഥകൾ കേട്ട് മടുത്താണ് അദ്ദേഹം പടിയിറങ്ങിയത്. ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, സംരക്ഷിക്കാൻ കഴിയാത്ത അഴിമതികൾ, ഇതിനൊക്കെതിരെ മനസാക്ഷിയുള്ള ആരെങ്കിലും പ്രതികരിക്കാതിരിക്കുമോ? മമതയുടെ അഹങ്കാരം അത്രയേറെയാണ്. സ്വന്തം നേതാക്കൾ പറയുന്ന സത്യങ്ങൾ കേൾക്കാൻ പോലും അവർ തയ്യാറല്ല. ഇന്നലെ വരെ പാർട്ടിയുടെ മുഖമായി നിന്നവർ ഇന്ന് മുഖം തിരിച്ചു പോകുന്നുവെങ്കിൽ മമതയുടെ അഹങ്കാരത്തിനുള്ള മറുപടി ബംഗാൾ ജനത നൽകി തുടങ്ങി എന്നാണ് അർത്ഥം. ഇനി കഗോലി ഘോഷിന്റെ കാര്യം. മമതയുടെ വിശ്വസ്തതയുടെ അടയാളമായിരുന്നു അവർ. അങ്ങനെയുള്ളവർ പോലും പാർട്ടിയുടെ സംഘടനാ പദവികൾ ഉപേക്ഷിച്ച് പുറത്തിറങ്ങുന്നു. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ കുറ്റപ്പെടുത്തിയും പദവികളിൽ നിന്ന് പുറത്താക്കിയും മമത കാണിച്ച അഹങ്കാരത്തിന്റെ ഫലമാണിത്. അധികാരത്തിന്റെ ലഹരിയിൽ മമത മറന്നുപോയ ഒരു കാര്യമുണ്ട്. അധികാരം ജനങ്ങളിൽ നിന്നാണ്, അല്ലാതെ സ്വന്തം തറവാട് സ്വത്തല്ല. കൂടെയുള്ളവരെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതിയ ദീദിയുടെ കണക്കുകൂട്ടലുകൾ ഓരോന്നായി പിഴയ്ക്കുകയാണ്. അഴിമതിയുടെ കറപുരണ്ട ഈ പാർട്ടിയെ ഇനിയും ചുമലിലേറ്റാൻ തയ്യാറല്ലാത്ത നേതാക്കളുടെ വലിയൊരു നിര തന്നെ പുറത്തുണ്ട്. പാർട്ടിയുടെ ഉള്ളിൽ ഇപ്പോൾ ആൾതാമസമില്ലാത്ത അവസ്ഥയാണ്. കൊഴിഞ്ഞുപോക്കുക എന്നത് ഒരു വാക്കായി മാത്രം കാണരുത്, ഇതൊരു വലിയ പ്രളയത്തിന്റെ തുടക്കമാണ്. ദീദിയുടെ അഹങ്കാരം മൂലം ഇന്ന് ബംഗാളിലെ ഓരോ സാധാരണക്കാരനും അവരുടെ പാർട്ടിയെ വെറുക്കുകയാണ്. അധികാരം ദുർവിനിയോഗം ചെയ്ത് സ്വന്തം ജനതയെ വഞ്ചിച്ചതിന് മമതയ്ക്ക് മറുപടി പറയേണ്ടി വരും. ഇനിയൊരു തൃണമൂൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ച് പറയാവുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അഹങ്കരിച്ചവർക്കെല്ലാം അന്ത്യം ഉണ്ടാകുമെന്നതിന്റെ തെളിവാണ് ഈ കാണുന്നതെല്ലാം. വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ദീദിയുടെ കാലം കഴിഞ്ഞു. ജനങ്ങളുടെ കണ്ണീരിന്റെ വില അറിയാത്ത ഏതൊരു നേതാവും പതനത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന പേര് തന്നെ ചരിത്രത്തിൽ മാഞ്ഞുപോകുന്ന കാഴ്ച അധികം വൈകാതെ നമുക്ക് കാണാം. ഇനി മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം. കൂടെ നിന്നവർ, സ്വന്തം നിഴലായി നടന്നവർ പോലും ഇന്ന് മമതയെ വിട്ടുപോവുകയാണ്. ഇതിനർത്ഥം എന്താണ്? കപ്പൽ മുങ്ങുന്നുവെന്ന് ഉറപ്പായപ്പോൾ എലികൾ രക്ഷപ്പെടുന്നു എന്നതല്ല, മറിച്ച് ദീദിയുടെ കൂടെ നിൽക്കുന്നത് സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് തന്നെ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞവരുടെ ഒഴുക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു നേതാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി എന്താണെന്നറിയാമോ? സ്വന്തം അനുയായികൾ പോലും അവരുടെ അഹങ്കാരത്തെ ഭയക്കുന്നു എന്നതും അവരുടെ അഴിമതിയുടെ പങ്ക് തങ്ങളുടെ തലയിൽ വീഴുമെന്നും തിരിച്ചറിയുന്നതുമാണ്. ഇന്ന് ദീദിക്ക് ഒറ്റപ്പെട്ട ദ്വീപിലാണ്. ആർജിക്കർ വിഷയം പോലെ ബംഗാളിലെ ഓരോ വീട്ടിലും ഒരു പെൺകുട്ടിയുടെ കണ്ണീർ വീഴുമ്പോൾ മമതയുടെ അഹങ്കാരം അതിനെ തള്ളിക്കളഞ്ഞു. ഇന്ന് പാർട്ടി ഓഫീസുകളിൽ ആളില്ല, മുദ്രാവാക്യം വിളിക്കാൻ ആളില്ല, മമതയുടെ കൂടെ നിൽക്കാൻ ധാർമ്മികമായ ധൈര്യമുള്ള ഒരൊറ്റ നേതാവില്ല. അഹങ്കാരത്തിൽ നിൽക്കുമ്പോൾ ചുറ്റുമുള്ളവരെ കാണില്ല. ഇപ്പോൾ ദീദിക്ക് ചുറ്റും ശൂന്യത മാത്രമാണ്. ഈ ശൂന്യതയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അന്ത്യവിധി. മമതയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? അധികാരം കൈവിട്ടു പോയെന്ന് മനസ്സിലായപ്പോൾ കാണിക്കുന്ന ഒരു തരം വെപ്രാളവും പിടച്ചിലും. താനുണ്ടാക്കിയ തറവാട് താൻ തന്നെ കത്തിച്ചു കളയുന്നത് നോക്കി നിൽക്കാൻ മമത നിർബന്ധിതയാവുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. മമതയുടെ അഹങ്കാരത്തിന് ജനങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടിയുടെ തുടക്കം കുറിച്ചത് സുവേന്ദു അധികാരിയാണ്. ഒരു കാലത്ത് മമതയുടെ വലംകൈയായി ആ പാർട്ടിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സുവേന്ദു അധികാരി എന്തുകൊണ്ട് BJP-യിലേക്ക് മാറി? മമതയുടെ അഹങ്കാരം അത്രയേറെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്നത് തന്നെയാണ് ഉത്തരം. ഈ പാർട്ടിയിൽ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് അഴിമതിക്കാരുടെ മാത്രം താവളമായി മാറിക്കഴിഞ്ഞു എന്ന് സുവേന്ദു അധികാരിക്ക് നേരത്തെയും മനസ്സിലായിരുന്നു. അദ്ദേഹം ഇന്ന്
BJP-യിൽ ചേർന്നുകൊണ്ട് ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിച്ചു. സുവേന്ദു അധികാരിയുടെ ഈ മാറ്റം കേവലം ഒരു കൂറുമാറ്റമായിരുന്നില്ല, മമതയുടെ ഏകാധിപത്യത്തോടുള്ള തുറന്ന പ്രഖ്യാപനമായിരുന്നു. സ്വന്തം വിശ്വസ്തർ പോലും മമതയെ വെറുത്തു പുറത്തു പോകുന്നുവെങ്കിൽ അവിടെ ഇനി എന്ത് പ്രസക്തിയാണുള്ളത്? മമതയുടെ കൂടെ നിൽക്കുന്നവർക്ക് ലഭിക്കുന്നത് അഹങ്കാരവും അഴിമതിയും മാത്രമാണ്. സുവേന്ദു അധികാരി കാണിച്ചു തന്ന ആ വഴിയിലൂടെയാണ് ഇന്ന് ഓരോ നേതാവും പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മമതയുടെ കസേര ആടിയുലയുന്നതും BJP-യുടെ വളർച്ചയിൽ തൃണമൂൽ അപ്രസക്തമാകുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ ആരെയും പുച്ഛിച്ചു നടന്ന ദീദിക്ക് ഇന്ന് സ്വന്തം വിശ്വസ്തരുടെ മറുപടിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയല്ലാതെ വേറെ വഴിയില്ല. ബംഗാളിലെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ദീദി എന്തൊക്കെ തന്ത്രങ്ങളാണ് പയറ്റിയത്? മോദിയെയും BJP-യും തകർക്കാൻ, അവരെ നാട് കടത്താൻ മമത ഇറക്കാത്ത തന്ത്രങ്ങളില്ല. സ്വന്തം പാർട്ടിയിലെ ഗുണ്ടകളെ ഉപയോഗിച്ചും ഭരണകൂടത്തിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തും എതിരാളികളെ വേട്ടയാടാൻ മമത പലവട്ടം ശ്രമിച്ചു. കേന്ദ്രത്തിനെതിരെ വ്യാജ പ്രചാരണം നടത്താനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും മമതയുടെ തന്ത്രങ്ങൾ പലതും അരങ്ങേറി. പക്ഷേ മമത ഒന്നും മറന്നുപോയി. ജനങ്ങളെ എത്ര കാലം കബളിപ്പിക്കാൻ കഴിയും? ഈ തന്ത്രങ്ങളൊന്നും BJP-യുടെ മുന്നിലോ ജനങ്ങളുടെ മുന്നിലോ ഏശിയില്ല എന്നതാണ് സത്യം. അഹങ്കാരം തലക്കിടിച്ചപ്പോൾ എതിരാളികളെ തകർക്കാൻ മമത ഇറക്കിയ തന്ത്രങ്ങൾ ഓരോന്നും തിരിച്ചു പിടിച്ച് സ്വന്തം പാർട്ടിയെ തന്നെ വിഴുങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ ബംഗാളിൽ കണ്ടത്. ആരെയാണോ മമത പുറത്താക്കാൻ നോക്കിയത് അവർ ബംഗാളിൽ കൂടുതൽ ശക്തരായി തിരിച്ചു വന്നു. മമതയുടെ ഓരോ തന്ത്രങ്ങളും പാളി, ഓരോ കുതന്ത്രങ്ങളും പൊളിഞ്ഞു. ഇന്ന് ആ തന്ത്രങ്ങൾ എവിടെ? സ്വന്തം പാർട്ടി പിളർന്നു മാറുമ്പോൾ ആ തന്ത്രങ്ങൾക്കൊന്നും മമതയെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മമതയുടെ ഓരോ നീക്കവും അവർക്ക് തന്നെ വിനയായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് ബംഗാൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചറിയാത്ത അധികാരത്തിന് വേണ്ടി പോരാടുന്നത് സ്വന്തം പതനം തോണ്ടുന്നതിന് തുല്യമാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇതാണ്: ഒരു പാർട്ടിയുടെ പതനം തുടങ്ങുന്നത് നേതാവിന്റെ അഹങ്കാരത്തിൽ നിന്നാണ്, എന്നാൽ അത് അവസാനിക്കുന്നത് പാർട്ടിയുടെ തന്നെ ശൂന്യതയിലാണ്. ബംഗാളിലെ ഓരോ സാധാരണക്കാരനും ഇപ്പോൾ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇനിയും എന്തിനു വേണ്ടിയാണ് ഈ പിടിവാശി? സ്വന്തം പാർട്ടിയെയും അണികളെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മമത എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ കൊഴിഞ്ഞുപോക്ക് വെറും ഒരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണിത്. പരാജയങ്ങളെ അംഗീകരിക്കാത്ത, ജനങ്ങളുടെ വികാരം മാനിക്കാത്ത ഏതൊരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഗതി ഇതുതന്നെയായിരിക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കൃത്യമായ അഭിപ്രായം എന്താണ്? ഈ കൂട്ടരാജികൾ ബംഗാളിന്റെ ഭാവി മാറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.